கொஞ்ச காலம் கொஞ்ச தூரம் கொஞ்ச நேரம் கூட என்னாலாகுமோ உன்னை உன்னை தேடித்தானே இந்த ஏக்கம் இந்த பாதை இந்த பயணம் இந்த வாழ்க்கை ஆனதோ. ദർശ എന്തുവാ? ഞാൻ ഇത്ര അടുത്തില്ലേ, മെല്ലെ പറഞ്ഞാ മതി. എന്താ ആരു? എന്താന്നോ ദർശ, നിങ്ങൾ തമ്മിൽ നേരത്തെ അവിടെ എന്തിനാ അങ്ങനെ ഒരു സംസാരം ഉണ്ടായത്? നീ എന്തിനാ സിയാനോട് കയറി അങ്ങനെയൊക്കെ പറയാൻ പോയത്? ഇതിപ്പോ ഞാൻ പറഞ്ഞതിനാണോ? അവൻ പറഞ്ഞൊന്നും നീ കേട്ടില്ലേ? കേട്ടു, പക്ഷെ നീ പറഞ്ഞെല്ലാം കുറച്ച് കൂടുതലല്ലേ. സിയാൻ കാരണമല്ല, എനിക്കിഷ്ടമുള്ളത് കൊണ്ടാ ഞാൻ ഡ്രിങ്ക് ചെയ്യുന്നത്. അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ. നീ ഡ്രിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിന്റെ ഇഷ്ടം കൊണ്ട് മാത്രാണ്. അവനായിട്ട് അതിനൊരു ചാൻസ് ഉണ്ടാക്കി തന്നു. എന്ത്? നീ എന്തിനെ പറ്റി ഈ പറയുന്നേ? ഓ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലേ? ഫൈൻ, എന്നാലേ നീ ഇവിടെ നിന്ന് ആലോചിക്ക്. എനിക്ക് ക്ലാസ്സിൽ പോയിട്ട് വേറെ പരിപാടിയുണ്ട്. ഏയ് ദർശ, ഇനി ഞാൻ ഇന്നലെ ബോധമില്ലാണ്ട് ഇവനോട് വല്ലതൊക്കെ വിളിച്ച് പറഞ്ഞു. ചോദിക്കാനാണെങ്കിൽ ഇതിപ്പോ അവൻ എന്നോട് പിണങ്ങി പോയതാണോ? ആ സിയാന്റെ അവസ്ഥ എന്താണോ എന്തോ. ഓ ഇല്ല, ആരും അവനെ അതിന് നിർബന്ധിച്ചിട്ടില്ല. പക്ഷേ ചെറുതായിട്ട് അതിനുള്ള വഴി ഒരുക്കി കൊടുത്തു, അത്രേ ഉള്ളൂ. ഓ, എങ്ങനെയാണാവോ ആ ഓക്കെ ആക്കല്? പാതി വഴിയിൽ വെച്ച് എല്ലാം അവസാനിപ്പിച്ചിട്ട് പോകുന്നതോ? അവൻ പറഞ്ഞതെല്ലാം ശരിയാ. ഞാൻ ഒരാള് കാരണ ആരും ഇപ്പൊ എങ്ങനെയാന്ന്? എടാ, നീ ഇപ്പോഴും ആ സീനിയർ പറഞ്ഞിട്ട് പോയത് തന്നെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുവാണോ? ഇതിലൊന്നും വലിയ കാര്യമില്ലടാ. അതല്ലടാ, എനിക്ക് അവൻ അറിയാവുന്ന കാലം തൊട്ടേ അവൻ ഡ്രിങ്ക് ചെയ്യുമായിരുന്നു. നിനക്കറിയാലോ എനിക്കിതൊന്നും. അതുകൊണ്ട് തന്നെ ഞാൻ അവനോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, എനിക്കിതൊന്നും ഇഷ്ടമല്ല, ഇതൊക്കെ നിർത്തണമെന്ന്. അവൻ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഒരിക്കലും അവൻ ഡ്രങ്കഡായിട്ട് എന്നോട് സംസാരിച്ചിട്ടേ ഇല്ല. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോടാ, നിനക്കറിയാവുന്നല്ലേ അവൻ ആദ്യം തൊട്ടേ ഇങ്ങനെയൊക്കെയാന്ന്. പിന്നെ ഇതിനിപ്പോ ഇത്ര കുറ്റബോധത്തിന്റെ ആവശ്യം എന്താ? കുറ്റബോധമല്ല, അന്ന് അവന് എല്ലാത്തിനും ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ കാരണം അവനെ കൺട്രോൾ കീപ്പ് ചെയ്തിരുന്നു പ്രവീൺ. എന്നിട്ട് ഇപ്പൊ അവൻ എന്താ ചെയ്യുന്നേ? അവനിപ്പോ ഒന്നിനും ഒരു കൺട്രോളും ഇല്ല. ഇന്നലെ ഞാൻ വിളിച്ചപ്പോ അവൻ എന്നോട് എങ്ങനെയാ സംസാരിച്ചെന്ന് നിനക്കറിയോ? അപ്പൊ ഞാൻ ദിയേനെ ചോദിച്ചപ്പോ അവള് പോയിന്ന് അവൻ പറഞ്ഞേ. എന്നിട്ട് അവൻ എവിടാന്ന് ചോദിച്ചപ്പോ റൂമിലാന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. എടാ, ആ ടൈമിൽ അവന്റെ കൂടെ ആ ദർശൻ ചേട്ടൻ ഉണ്ടായി കാണും. അവന്റെ കസിനല്ലേ ദർശൻ ചേട്ടന്റെ ഫ്രണ്ട് കാർത്തികേട്ടൻ, അയാളും ഉണ്ടായിട്ടുണ്ടാവും. അവർ രണ്ടുപേരും കൂടെ അവനെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ടുണ്ടാവും. അതിനിപ്പോ എന്താടാ, അവന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നല്ലോ. അതെ, അവൻ ഒറ്റയ്ക്കായിരുന്നില്ലല്ലോ. നേരത്തെ അയാൾ അത്രയൊക്കെ പറഞ്ഞപ്പോ അവനൊരു അക്ഷരം പോലും മിണ്ടിയില്ലല്ലോടാ. എന്താടാ നീ ഇങ്ങനെ പറയുന്നേ? നിങ്ങളെ രണ്ടുപേരുടെ സംസാരം കേട്ടിട്ട് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ അടിച്ചു നിന്നതേ അവിടെ അവനാ. അതിന്റെ ഇടയില് അവൻ എന്തു പറയാനാ? അതും ശരിയാ, പാവം. അതെ, ഇതെന്താ സംഭവം അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കാം. ക്ലാസ്സിലേക്ക് പോയത് നമ്മൾ മൂന്നുപേരും കൂടെ ഒന്നിച്ചാ. എന്നിട്ട് എവിടെ പോയതാ നിങ്ങൾ രണ്ടും കൂടെ? പറയും. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് എന്താ രണ്ടെണ്ണത്തിനും പരിപാടി? ഇവനിതിപ്പോ എവിടെ നിന്ന് വന്ന്? അല്ലടാ, നമ്മളെന്താ ഇവനെ വിളിക്കാതിരുന്നേ? ആ, നീയല്ലേടാ എന്നെ വിളിച്ച് പുറത്തു വന്ന് പറഞ്ഞേ. അപ്പൊ ഞാനും ഇറങ്ങി വന്നു. ഇത്രയും നേരാപ്പോ ഇവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലേ? കഴിഞ്ഞായിരുന്നോ എവിടെ പോയത് രണ്ടും കൂടെ? പരസ്പരം സംസാരിക്കാണ്ട് എന്നോട് പറ, ഇവിടെ എന്താ പരിപാടി? അതെന്താന്ന് വെച്ചാ, എടാ ഇവനെ വായി നോക്കുന്നൊരു കുട്ടിയുണ്ടല്ലോ, ആ MA മലയാളത്തിലെ ഒരു അമൃത, ഫസ്റ്റ് ഇയർ. അവളെ കാണാൻ വേണ്ടിയാ ഇവൻ എന്നെ വിളിച്ചോണ്ട് പോയേ, അല്ലേടാ? ഞാനാ? എപ്പോ? ആ, നീ തന്നെ. അവൾ ഇന്നും കൂടെ എന്നോട് ചോദിച്ചാ രാവിലെ, നീ എവിടെയെന്ന്. എടാ കാലമാടാ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? എടാ, ഏതാ ഈ അമൃത? അവളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എന്നിട്ട് ഇവര് തമ്മിൽ സെറ്റായോ? എപ്പോ? എന്നിട്ട് നീ എന്താടാ എന്നോട് പറയുന്നത്? എന്റെ പൊന്നി അഥവാ എനിക്കറിയത്തില്ല ഇവൻ ഏത് പെണ്ണിന്റെ കാര്യം ഈ പറയുന്നേന്ന്. അമൃത എന്ന് പറയുന്ന പേര് ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നേ. ആരടാ അവള്? എനിക്ക് സത്യമായിട്ടും അറിയത്തില്ല. അളിയ, നീ ബേജാറാവണ്ട, നമുക്ക് പരിഹാരം കാണാം, അല്ലേ അഥവേ? അല്ല പിന്നെ നമ്മളൊക്കെ ഇല്ലേടാ സെറ്റാക്കാന്ന്. നീ ധൈര്യമായിട്ടിരിക്കും. സെറ്റാക്കാന്നാ? എന്തോത്തിന്? എടാ, നീ ഇവ പറയുന്നത് വിശ്വസിക്കല്ലേ? അങ്ങനെ ഒരാളില്ല. എടാ, നീ ഇനി കിടന്നിങ്ങനെ ഉരുളൊന്നും വേണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ സെറ്റാക്കി തരാം. ദേ, ഇപ്പൊ അവന് പറഞ്ഞു ഫുൾ സെറ്റ്. നമ്മൾ എന്തായാലും ഇക്കാര്യം മുന്നിൽ നിന്ന് നടത്തി തരും. അത് തന്നെ. ഫസ്റ്റ് നമുക്ക് പ്ലാൻ ഇടണം, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നീ അതിനെ പറ്റി ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. പിന്നെടാ, ഞാൻ ആ മീനൂനെ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പൊ വരാം. ബാക്കി പ്ലാൻ ഞാൻ വന്നിട്ട് ഇടാവേ. മീനു? ഏത് മീനു?
എടാ നമ്മുടെ ക്ലാസ്സിലെ മീനാക്ഷി നിങ്ങൾക്കറിയില്ലേ? അവളെന്തിനാ നീ കാണുന്നേ? അവള് പറഞ്ഞോ അവളെ ചെന്ന് കാണാൻ? വിടടാ, അവൻ പോയിട്ട് വരട്ടെ. അളിയ നീ ചെല്ല്, എന്നിട്ട് പെട്ടെന്ന് വാ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. എടാ കോപ്പെ, നിനക്ക് ഇത് എന്തിന്റെ കേടാണ്? ഇനി നീ പറഞ്ഞൊക്കെ അവൻ വിശ്വസിച്ചാണോ? ആരാണ് ഈ മീനു? ഇവനെന്തിനാ അവളെ കാണാൻ പോകുന്നേ? അല്ല സത്യം പറയും, പൊന്നുമോന്റെ സീൻ എന്താണ്? അവൻ ഞാൻ പറഞ്ഞ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും നിനക്കെന്താ? പിന്നെ മീനു അവൻ അവളെ കണ്ടൂന്ന് വെച്ച് നിനക്കെന്താടാ? എനിക്കെന്ത്? അവനെന്തിനാ പോകുന്നതെന്നങ്ങ് പറഞ്ഞിട്ട് കൂടെ. ഞാൻ അതല്ലേ ചോദിച്ചുള്ളൂ. അപ്പത്തേനും പറഞ്ഞു വിട്ടേക്കുന്നവൻ. അളിയ, നീ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഈ വൺ സൈഡ് ലവ് ഉണ്ടല്ലോ, ഭയങ്കര പെയിനാ. അതിനും ഭേദം ഇങ്ങനെ വെച്ചോണ്ടിരിക്കാണ്ട് ആരോട് എന്താണോ പറയാനുള്ളത് അതങ്ങ് തുറന്ന് പറയുന്നതാ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നന്നായി ജലസടിക്കും. വൺ സൈഡ് ലവാ? ജലസാ? ആർക്ക്? നിന്റെ അപ്പന്. ഇത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പ്രവീണ്, നീ എന്താ വിചാരിച്ചേ എനിക്കിതൊന്നും മനസ്സിലാവില്ലെന്നോ? എടാ, നിനക്ക് അവനോട് മുടിഞ്ഞ പ്രേമാന്ന് നിങ്ങളെ രണ്ടെണ്ണത്തിനെയും കാണാൻ തുടങ്ങി അന്ന് തൊട്ട് എനിക്കറിയാം. നീയായിട്ടൊട്ട് അവനോടൊന്നും പറയുന്നുമില്ല, അവനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുമില്ല. നീ അവനോട് വല്ലതും ഒക്കെ പറഞ്ഞാലല്ലേടാ അവന് നിന്നോട് എന്താ തിരിച്ചു പറയണ്ടെന്ന് അറിയത്തുള്ളൂ. അല്ലാണ്ട് നീ അവനോട് ഇങ്ങനെ പോസിറ്റീവ്നെസ്സും ജലസൊക്കെ കാണിച്ചിട്ട് എന്താടാ കാര്യം? ഞാനെങ്ങനെ അത് തുറന്നു പറഞ്ഞാ ചിലപ്പോ ഞങ്ങൾ തമ്മിലുള്ള ഈ ഫ്രണ്ട്ഷിപ്പ് വരെ പോവും. അവനിപ്പോ എന്നോട് എന്തും പറയാം, അതുപോലെ തന്നെ എനിക്കും. പിന്നെ അവന്റെ പണ്ടത്തെ ലവർ ഒരു പെങ്കൊച്ചായിരുന്നടാ. അപ്പൊ ഞാനിതൊക്കെ പറഞ്ഞു പോയാ അവൻ എങ്ങനെ എടുക്കൂന്ന് ഓർത്ത്. അവൻ എങ്ങനെ എടുക്കൂന്നോർത്ത്? മോനെ, നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്ക്. ഫീലിങ്സ് അത്രേ ഉള്ളൂ. നിനക്കൊരു കാര്യം അറിയോ? അല്ലേലും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ പോയിട്ട് അവനോട് പറയും, എന്നിട്ടല്ലേടാ ബാക്കി. എടാ അതല്ല, ഞാൻ പറയുന്നത് എന്താ നിനക്ക് മനസ്സിലാവാത്തെ? എടാ സിയാനെ, ഇത് എന്താന്ന് വെച്ചാലേ നീ അത് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഓക്കെ, നീ പറ. എന്താ സത്യത്തിൽ നിന്റെ പ്രശ്നം? ഒന്നും പറയണ്ടായിരുന്നു അവനോട്. അല്ലെങ്കിലും ഞാനെന്തിനാ ആ സിയാനോട് അങ്ങനെയൊക്കെ കയറി പറയാൻ പോയത്? ഇവരെ പറ്റി എനിക്ക് ഒന്നും അറിയത്തില്ല. എന്താ ദർശ, എന്തിനാ അവന്റെ കാര്യത്തിൽ ഇങ്ങനെ? ദർശ, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ ക്ലാസ്സിൽ നോക്കിയിരുന്നു. കാർത്തി, നീ വന്നോ? എടാ അത് പിന്നെ ഞാൻ ആരുന്റെ ആ ഫ്രണ്ടില്ലേ, നമ്മുടെ ജൂനിയർ സിയാൻ, അവനോട് എന്തൊക്കെയോ പറഞ്ഞു പോയടാ. ഒന്നും വേണ്ടായിരുന്നു. എന്ത് പറഞ്ഞു? എന്താടാ, വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ലടാ. ഞങ്ങള് ആരുന്റെ കാര്യം പറഞ്ഞോണ്ട് എന്തോ ഒന്ന് റൂഡായിട്ട് സംസാരിക്കേണ്ട വന്നു എനിക്ക് അവനോട്. പിന്നെ ഇപ്പൊ ആരുവിനോടും ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടായി. അവന് വിഷമായോ എന്തോ. ദർശ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ഇന്നലെ തൊട്ട് വിചാരിക്കുന്ന നിന്നോട് പറയണമെന്ന്. എടാ, നീ ഈ പറയുന്ന സിയാൻ ആരുവിന്റെ ആരാന്ന് വിചാരിച്ചിട്ടാ? എടാ, അവൻ അവന്റെ എക്സ് ലവർ ആടാ. എനിക്കറിയാം. ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇന്നലത്തോടെ അത് വ്യക്തമായി. ആര് പറഞ്ഞിരുന്നു? അല്ല, നീ ഇതെങ്ങനെ അറിഞ്ഞു? എന്നോട് ഇന്നലെ പബ്ബിൽ വെച്ച് ദിയെ അത് പറഞ്ഞത്. എടാ, അത് അറിഞ്ഞു വെച്ചോണ്ട് നീ ഇതെന്തോ ഭാവിച്ചാ? നീ ഞാൻ പറയുന്ന കേക്ക് ദർശ. ആരുവിന് അവനോട് ഇപ്പോഴും ഫീലിങ്സ് ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ നിൽക്കുന്ന വെറുതെയാ. എന്താ ദർശ നീ ഒന്നും മിണ്ടാത്തെ? എനിക്കറിയാം നിനക്ക് അവനോടുള്ള ഫീലിങ്സ് എത്ര മാത്രം ഉണ്ടെന്ന്. പക്ഷെ ദിയ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ആരുവിന് ഇപ്പോഴും അവനോട്. എനിക്ക് ആദ്യമേ ഡൗട്ട് ഉണ്ടായിരുന്നു. സിയാന്റെ ബിഹേവിയർ കണ്ടാലേ മനസ്സിലാവും അവന് ആരുവിന്റെ മേലും നല്ല അധികാരം ഉണ്ടെന്ന്. പക്ഷേ അതിലാരും കംഫർട്ടബിൾ ആയിരുന്നില്ല. അതുകൊണ്ടല്ലേ ഞാൻ അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിക്കൊണ്ടിരുന്നത്. ആ സെയിം ഫീലിങ്സ് നിനക്ക് അപ്പൊ അവനോട് ഉള്ളത് കൊണ്ടാണ് നീ അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയത്. പക്ഷെ അതവന് നിന്നോടില്ലെങ്കിൽ ദർശ നീ എന്തിനാ വെറുതെ? ആ സെയിം ഫീലിങ്സ് അവൻ എന്നോട് തിരിച്ചുകൊണ്ട്. അവൻ ഇന്നലെ രാത്രി എന്നോടെല്ലാം പറഞ്ഞിരുന്നു. എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം കാർത്തി. സംസാരിക്കണം ദർശ. അവരെ പറ്റിയുള്ളതെല്ലാം ദിയ ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ നീ അതൊക്കെ അറിയുന്നത് ഞാൻ പറഞ്ഞിട്ടാവരുത്. നീ പറഞ്ഞതുപോലെ ആരോനും നിന്നോട് തിരിച്ചും ഫീലിങ്സ് ഉണ്ടെങ്കിൽ സിയാനെ പറ്റി നീ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ചെല്ല്, നീ അവനോട് ചെന്ന് സംസാരിക്കും. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. എന്തായി നിന്റെ കാര്യം? എനിക്കറിയാം നിനക്ക് ഇന്നലെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടെന്ന്. ഇന്നലെ ഞാൻ അവളോടെല്ലാം തുറന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഒരു റിപ്ലൈ അത് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നാ ഞാൻ പറഞ്ഞു. ഇന്ന് അവളെ കണ്ടില്ല. കുറച്ച് കഴിഞ്ഞ് പോയി കാണണം. ആടാ, നിന്റെ കാര്യമെങ്കിലും നടക്കട്ടെ. ഏയ്, നീ വിഷമിക്കല്ലേടാ, എല്ലാം ഓക്കെ ആവും. അളിയോ, എന്താണ് പോസ്റ്റാ? കട്ട പോസ്റ്റ് അളിയാ. എന്ത് ബോറായിരുന്നറിയോ ക്ലാസ് ഒക്കെ. ഓ എന്റെ പൊന്നെ, ഇവിടെ ഇറങ്ങിയപ്പോഴൊന്ന് ശ്വാസം കിട്ടിയത്. ദിയ ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ കേറാറില്ലല്ലോ. ഇതിപ്പോ അവളില്ലാത്തോണ്ടൊന്ന് ക്ലാസ്സിൽ കേറി. അപ്പോഴാണെങ്കിൽ ബോറും. കൊള്ളാടാ കൊള്ളാം, നിനക്ക് നല്ല പുരോഗമനമുണ്ട്. എല്ലാം ഒരു രസല്ലേ മോനെ.
അവന്മാരൊക്കെ എവിടെ? നീ എന്താ ഒറ്റയ്ക്ക്? അവന്മാരവിടെ ഇരിപ്പുണ്ടടാ. പ്രവീണിന്റെ ഏതോ പെങ്കൊച്ചിന്റെ കാര്യമോ എന്തൊക്കെ പറഞ്ഞോണ്ട് അവിടെ ഇരിപ്പുണ്ട്. എന്തൊക്കെ പ്ലാൻ ഇടാ തോന്നുന്നു. എനിക്ക് അങ്ങോട്ട് പോണം. നീയും വാ. നീ ഒറ്റയ്ക്കല്ലേ വിചാരിച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നേ. അവന്മാരുടെ പ്ലാനിങ്സ് ഒക്കെ നടക്കട്ടെ. എടാ, രാവിലെ ദർശൻ അങ്ങനെ സിയാനോട് പറഞ്ഞത് അവന് ഫീൽ ആയി കാണോ? ചെറുതായിട്ട് ഫീൽ ആവുമല്ലോ. അല്ലടാ, നീ എന്തിനാ ഈ കുടിക്കാൻ നിക്കുന്നേ? അതുകൊണ്ടല്ലേ? ഞാൻ എന്ത് ചെയ്യാനാടാ, ഇതെന്റെ ഹാബിറ്റായി മാറി ഇപ്പോ. ആരു, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? സിയാനെ നിനക്കിപ്പോഴും ഇഷ്ടാണോ? ഇല്ല എന്നെനിക്ക് പറയാൻ പറ്റില്ല. ഒരിക്കൽ എന്നോട് നഷ്ടപ്പെട്ട ഫീലിങ്സ് ഇനി ഒരിക്കലും എന്റെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. എന്ത്? നീ ആരുടെ കാര്യം ആരു ഈ പറയുന്നേ? അവന്റെ തന്നെ. അവസാനമായിട്ട് അവൻ എന്നോട് പറഞ്ഞത് എന്നോടുള്ള ഫീലിങ്സ് ഇപ്പൊ ഇല്ലെന്നാ. അതെന്താന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് അവൻ എന്നോട് പറഞ്ഞത് ഞാൻ ആദ്യം അവൻ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും എന്നാ. എനിക്കറിയില്ല ഏതാ വിശ്വസിക്കേണ്ടതെന്ന്. ഞാൻ മൂവ് ഓൺ ആയി കഴിഞ്ഞു യാദവേ. പക്ഷെ ആരു, നീ നോക്ക്, നിന്റെ കാര്യോർത്ത് അവൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എന്നെ വേണ്ടെന്ന് വെച്ചതേ അവൻ. എന്നിട്ട് എന്തിനാടാ അവൻ എന്റെ കാര്യോർത്ത് വിഷമിക്കുന്നേ? നിനക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ലല്ലേ. ഞാൻ റിയാലിറ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചടാ. ബിക്കോസ് സിയാന്റെ ഫൈസി എന്നോട് സംസാരിച്ചിരുന്നു. ഫൈസി? അവൻ അവൻ നിന്നോട് എന്താ പറഞ്ഞേ? നീ അത് വിടടാ. എന്നോട് കുടിക്കരുതെന്ന് പറയാൻ ആൾക്കാരുണ്ട്. പക്ഷെ ഇന്നലെ ഞാൻ കുടിച്ചതിന്റെ റീസൺ എന്താന്ന് ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആരു? യാദവേ, എടാ ഞാൻ പറയാം. പക്ഷെ ഇപ്പൊ കുറച്ചേരം എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം. ഏയ് മൈ ഡിയർ സോളു, ബെസ്റ്റ് ഫ്രണ്ട് വന്നില്ലെന്നറിഞ്ഞു. എവിടേക്ക് അന്വേഷിച്ചെന്നറിയോ? അല്ല, ഇന്നലെ എങ്ങനാ പെട്ടെന്ന് അപ്രതീക്ഷമായത് അവിടുന്ന്? എന്നിട്ട് എവിടാ കിടന്നേ? അടുത്തത് എടാ, ഞാൻ ഹോസ്റ്റലിലാണ് കിടന്നേ. പെട്ടെന്ന് എനിക്ക് ഹോസ്റ്റലിലേക്ക് പോകേണ്ട വന്നു. അതുകൊണ്ട് നിന്നോട് പറയാൻ പറ്റിയില്ല. ഓ അങ്ങനെ. ഇറ്റ്സ് ഓക്കെ. ഇന്നലെ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? നിനക്കെന്നോട് പൊടിഞ്ഞ പ്രേമമാണ് എന്നായിരിക്കും അല്ലേ? അതിനുള്ള ആൻസർ ഞാൻ നിനക്ക് ഇന്നലെ തന്നല്ലേ. അപ്പോ ഓർമ്മയുണ്ടോ എല്ലാം? എന്നാ പറ, എന്താ റീസൺ? ബിക്കോസ് നൗ ഐ ഹാവ് എ ബോയ് ഫ്രണ്ട്. വാട്ട്? ബോയ് ഫ്രണ്ട്? ഹു ഇസ് ദാറ്റ്? ഹേ സ്ട്രോബെറി ബോയ്. എന്താ എന്നോടൊന്നും മിണ്ടാത്തെ? നീ എന്നോട് പിണക്കാണോ ആരു? ആഹാ, ഇതാരാ? ആരു എന്റെ സോൾമേറ്റോ? അവൻ പറഞ്ഞ ആ ആള് അത് ചേട്ടനാണോ? ഓഫ് കോഴ്സ് യെസ്. എനി പ്രോബ്ലം? ഏയ് നത്തിങ്. ഞാനെന്നാ പോവാ, നിങ്ങൾ സംസാരിക്കേ. ദർശ, ജസ്റ്റിൻ. ജസ്റ്റിൻ? അവൻ എന്തു പറ്റി? ദർശ, നിനക്കെന്നെ ഇഷ്ടമാണോ? ഞാനിതല്ലല്ലോ. ആ, ഇഷ്ടോ? എന്തേ ഇത്ര കാലമായിട്ടും അത് മനസ്സിലായില്ലായിരുന്നോ? എന്നാ എനിക്ക് നിനക്കൊരു എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ട്. അവനിപ്പോ നിന്റെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾ തമ്മിൽ ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവന്റെ പേര് സിയാൻ എന്നാണ്. നീ അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അവൻ നിന്നോട് റീസൺ ഒന്നും പറയാണ്ട് ബ്രേക്കപ്പ് ചെയ്തിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് നീ ഡിപ്രഷനിലായി. ഇനി എന്തുണ്ടായെന്ന് പറ, ഞാനൊന്ന് കേക്കട്ടെ. ഇതൊക്കെ എങ്ങനെ? നമുക്ക് സംസാരിക്കണമെങ്കിൽ ഇവിടെ സേഫ് അല്ല. എന്റെ കൂടെ വാ. ആരു, നിന്നെ ഒന്നും ചോദിച്ച് വിഷമിപ്പിക്കണമെന്ന് എനിക്കില്ല. പക്ഷേ നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. ബോധമില്ലാണ്ടാണെങ്കിലും നീ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ നീ എന്നോട് പറയും. അങ്ങനെ നിന്റെ സങ്കടം തീരുവാണെങ്കിൽ അങ്ങ് തീരട്ടെ. എന്നിട്ടും തീർന്നില്ലെങ്കിൽ ബാക്കി നമുക്ക് അപ്പം നോക്കാം. ഞാൻ എന്ത് പറയാനാ ദർശ? ഞാൻ ഓക്കെയാണ്. എനിക്കിപ്പോ അത്ര വലിയ സങ്കടങ്ങളൊന്നുമില്ല. പിന്നെ ഇന്നലത്തെ കാര്യം പറയാനാണെങ്കിൽ ദർശ, സിയാനും ഞാനും റിലേഷനിലായിരുന്നു. ഏതാണ്ട് ഒരു വർഷത്തോളം. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കംഫർട്ടബിൾ ആയിരുന്നു അവൻ. ഞങ്ങൾക്കിടയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ടൈമിൽ ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അവൻ +1. അപ്പോ നിങ്ങൾ സെയിം ഏജ് അല്ലേ? നീയാണോ അവനേക്കാൾ എൽഡർ? അങ്ങനെയല്ല, എന്നെ 1 വർഷം മുമ്പ് സ്കൂളിൽ ചേർത്തി. കറന്റ്ലി എനിക്കും അവനും ഇപ്പൊ 18 years ആണ്. എന്നിട്ട് ഞാൻ അവനോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അവന്റെ പാരന്റ്സ് ഒന്നും ഇവിടില്ല. അവരെവിടെയാന്ന് എനിക്ക് അറിയില്ല. പുറത്താന്ന് മാത്രമേ അവനോട് പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെയായാലും അവൻ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നു.
ഞങ്ങൾ രണ്ടുപേരും വേറെ വേറെ സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. എങ്കിലും അവൻ എപ്പോഴും എന്നെ കാണാൻ വരുമായിരുന്നു. ഞങ്ങൾ തമ്മിൽ കാണാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. എല്ലാം നല്ലോണം തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഞങ്ങൾ തമ്മിലുള്ള കോണ്ടാക്ട്സ് ഒക്കെ കുറഞ്ഞു തുടങ്ങി. അവൻ ബിസി ആവുകയാണോ അതോ എന്നെ അറിഞ്ഞോണ്ട് അവോയ്ഡ് ചെയ്യാണോ എന്ന് വരെ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ സ്റ്റിൽ എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു അവന് ഞാനില്ലാണ്ട് പറ്റില്ലെന്ന്. പക്ഷേ അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിയുന്തോറും എനിക്കെന്തോ അവന്റെ ബിഹേവിയറിൽ ഭയങ്കര ചേഞ്ചസ് വന്ന പോലെ തോന്നി. ഞങ്ങൾ തമ്മിൽ കാണലും സംസാരവും മെസ്സേജസും കോൾസും എല്ലാം കുറഞ്ഞു. അപ്പോഴും ദിയ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവളോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയായിരുന്നു. സിയാനെ പറ്റി അവളോട് മാത്രമായിരുന്നു ഞാനെല്ലാം പറഞ്ഞിരുന്നത്. അവനും ഞാനുമായിട്ടുള്ള കോണ്ടാക്ട്സ് കുറഞ്ഞു എന്ന് ഞാൻ അവളോട് പറഞ്ഞപ്പോ തന്നെ അവൻ എന്തെങ്കിലും തിരക്കായിരിക്കും, അവൻ എക്സാംസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവൾ എന്നെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. പറയുന്നത് അവളായതുകൊണ്ട് ഞാനും വിശ്വസിച്ചു. അപ്പോഴേക്കും ഞങ്ങളുടെ ഇടയിൽ ഒരു വലിയ ഗ്യാപ്പ് തന്നെ വന്നിരുന്നു. പെട്ടെന്നൊരു ദിവസം ഞാൻ പ്രതീക്ഷിക്കാതിരിക്കും എനിക്ക് അവന്റെ കോള് വന്നു. കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ എപ്പോഴും മീറ്റ് ചെയ്യാറുള്ള സ്ഥിരം പ്ലേസിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ പോയി. അവിടെ എത്തിയപ്പോ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. അവൻ എന്നോട് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് ഇത്രയും ദിവസം എന്നെ കാണാതിരുന്നതില്. എന്നാൽ അവൻ എന്നെ മിസ് ചെയ്യുന്നതായിട്ടോ എന്നെ ഇപ്പൊ കണ്ടതില് അവൻ എന്തെങ്കിലും സന്തോഷമുള്ളതായിട്ടോ എനിക്ക് തോന്നിയില്ല. പെട്ടെന്ന് ഞാൻ അവനോട് കുറെ എന്തൊക്കെയോ സംസാരിച്ചു. പക്ഷേ അവനെല്ലാം ഒറ്റ വാക്കിൽ ഒതുക്കുകയായിരുന്നു. പിന്നെ അവൻ എന്നോട് പറഞ്ഞു അവനിപ്പോ എന്നോടുള്ള ഫീലിങ്സ് ഒക്കെ കുറഞ്ഞു തുടങ്ങി, അതുകൊണ്ട് ബ്രേക്കപ്പ് ആവാന്ന്. ഇത്രയും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞിട്ടുള്ള ഒരു 6 മാസം എനിക്കതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എന്നെ അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ആക്കി കൊണ്ടുവന്നതേ ദിയയാ. എന്നാലും എന്റെ സങ്കടം അതൊന്നുമല്ല. അവൻ എന്തുണ്ടെങ്കിലും എന്നോട് സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞിട്ട് പോവായിരുന്നു. ഒരു റീസൺ പോലും അറിയാതെ അവൻ പെട്ടെന്ന് ലെറ്റ്സ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ ഞാൻ എന്താ ദർശ ചെയ്യണ്ടേ? അതില് ഞാൻ തകർന്നു പോയി സത്യം പറഞ്ഞ. ആരു? എല്ലാം ഞാൻ ഒരിക്കൽ എന്റെ മൈൻഡിൽ നിന്ന് കളഞ്ഞതാ. പക്ഷെ ഇന്നലെ ഫൈസൽ എന്നോട് സംസാരിച്ചിരുന്നു. അതുകൊണ്ടാ അതെല്ലാം ഓർത്തിട്ടാ ഞാൻ ഇന്നലെ അത്രയൊക്കെ കുടിച്ചത്. അവൻ എന്നെ ഒന്നും പറയാൻ സമ്മതിച്ചില്ല. അവനോട് ഇത്രേ പറഞ്ഞുള്ളൂ, ഞാൻ ഇങ്ങനെയൊക്കെ ആവാനും വേണ്ടി ഇത്രയൊക്കെ അനുഭവിക്കാനും വേണ്ടി അവനും കൂടെ കാരണമാന്ന്. ഫൈസലോ? അതാരാ? സിയാന്റെ ഫ്രണ്ടാ. അവന്റെ സോൾമേറ്റ് ആന്നാ പറയുന്നത്. നിനക്കൊരു കാര്യം അറിയോ ദർശ? അവന് സിയാനോട് ഫീലിങ്സ് ഉണ്ട്. ഞങ്ങളെക്കാൾ മുമ്പ് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാ അവര് തമ്മില്. സിയാൻ എന്നോട് അവനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ടായ അപ്പൊ തൊട്ട് ഫൈസലിന് സിയാനോട് ഫീലിങ്സ് ഉണ്ടായിരുന്നു. അവന് ഒരുപാട് ഇഷ്ടമാ സിയാനെ. അതൊക്കെ അവൻ സിയാനോട് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഓ, അപ്പൊ സിയാനോ? ഈ കാര്യം നിനക്കറിയായിരുന്നോ? അറിയായിരുന്നു. അവൻ പ്രപ്പോസ് ചെയ്തതും എല്ലാം സിയാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും സിയാൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് അവൻ എന്നെ മാത്രമേ സ്നേഹിക്കുമെന്നാ. അവര് തമ്മിലുള്ളത് വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്ന്. പക്ഷെ എനിക്കറിയായിരുന്നു അവൻ എന്നേക്കാൾ മറ്റാരേക്കാൾ വലുത് ഫൈസൽ തന്നെ ആയിരുന്നു എന്ന്. ഇപ്പൊ നിനക്ക് ഇതൊക്കെ ഓർക്കുമ്പോ ഫീൽ ആവുന്നുണ്ടോ? അവനോട് ഇപ്പോഴും ആ പഴയ ഫീലിങ്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അവനെ മറക്കാൻ പറ്റാണ്ടുണ്ടോ നിനക്ക്? ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു ദർശ. മൂവ് ഓൺ ചെയ്യാൻ ഒരുപാട് ടൈം എടുത്തു. പക്ഷെ അവൻ ഇപ്പോഴും എന്നോട് സംസാരിക്കുമ്പോൾ അവൻ എന്നോട് ആ പഴയ ഫീലിങ്സ് ഉണ്ടെന്ന് എനിക്ക് അവന്റെ വാക്കുകളിലൂടെ മനസ്സിലാവുന്നുണ്ട്. എങ്കിലും ഒരു സെക്കൻഡ് ചാൻസ് അതിനൊരിക്കലും എന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ അവനൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അനുഭവിച്ചു ഒന്നും അല്ലാതാവില്ലേ? ആരു, ഇറ്റ്സ് ഓക്കേ. നിന്നെ വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചല്ല ഞാൻ ഇതൊക്കെ ചോദിച്ചത്. എനിക്കിതൊന്നും അറിയണ്ടായിരുന്നു. ഇപ്പൊ നീ എന്താ, അത് മാത്രം എനിക്ക് അറിഞ്ഞാ മതി. പിന്നെ നീ ഇന്നലെ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് തോന്നി, അതുകൊണ്ടാ ചോദിച്ചേ. പോട്ടെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എന്തിനാ ദർശ നീ ഇങ്ങനെ എന്റെ കൂടെ നിൽക്കുന്നേ? എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ. എനിക്ക് ആരെയും ഹേർട്ടാക്കാൻ വയ്യ. എനിക്കതെല്ലാം മനസ്സിലാവും. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇനി അതിനെപ്പറ്റി ഓർത്ത് നീ വിഷമിക്കണ്ട. ഇപ്പൊ എന്താണോ അതിനെപ്പറ്റി മാത്രം ആലോചിക്കും. ചെല്ല്, പോയി ആ മുഖമൊക്കെ ഒന്ന് കഴുകും. നിങ്ങളുടെ പ്ലാനിങ് ഒക്കെ എവിടെ വരെയായി? എന്ത് പ്ലാനിങ്? എടാ, ഇവൻ ചുമ്മാ പറഞ്ഞത്. അങ്ങനെ ഒരു പെണ്ണില്ല. ഓ, ഇത് കുഞ്ഞി പിള്ളേരെക്കാളും കഷ്ടമാണല്ലോ. എടാ യാദവേ, ഞാൻ നേരത്തെ നിന്നെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. അങ്ങനെ ഒരു പെണ്ണുണ്ടോന്ന് എനിക്കറിയത്തില്ല. അവ പറഞ്ഞൊക്കെ സത്യവാ. അതെന്തെങ്കിലും ആവട്ടെ. സിയാം, എനിക്ക് നിന്നോട് വേറൊരു കാര്യം സംസാരിക്കാനുണ്ട്. യാദവേ, എന്തു പറ്റി? നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ?
ഇനി തന്നെ വല്ല സീനിയേഴ്സും. അതൊന്നും അല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുള്ളത്. അത് സിയാൻ പറയണം. ഞാനിപ്പോ ആരൂനെ കണ്ടിരുന്നു, അവനവിടെ ഡെസ്ക് പഠിച്ചിരിക്കുക. എന്താടാ നീ കാര്യം പറ. അവൻ എന്തു പറ്റി? സിയാൻ, സത്യം പറ, നീ ആരൂന് വേണ്ടി തന്നെയാണോ ഈ കോളേജ് തപ്പി കണ്ടുപിടിച്ച് ഇവിടം വരെ വന്നത്? അതോ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ നിനക്ക്? ഇതുവരെ ഞങ്ങൾ രണ്ടുപേരും നിന്നോട് ഇതിനെപ്പറ്റി ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ചോദിക്കുക, ആരാ ഫൈസല്? അവൻ നിന്റെ ഒരു ഫ്രണ്ട് മാത്രമാണോ? നീ ഇപ്പൊ എന്താണ് ഫൈസലിന്റെ കാര്യം ചോദിക്കുന്നത്? അവൻ ഇവന്റെ ഫ്രണ്ടാന്ന് ഇവൻ നമ്മളോട് എത്ര തവണ പറഞ്ഞു. എനിക്കത് വിശ്വസിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവൻ ഇന്നലെ ആരൂരോട് സംസാരിച്ചിരുന്നു. അതും നീ അറിയാണ്ടാണോ? അവൻ കുടിക്കുന്നതിന് വഴക്ക് പറയാൻ മാത്രമേ ഇവിടെ എല്ലാവർക്കും പറ്റൂ. അവൻ എന്തിനാ കുടിച്ച അതിന്റെ റീസൺ എന്താന്ന് ചോദിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ ഇങ്ങോട്ട് വന്നത് ആരുവിന് വേണ്ടി തന്നെ. ഇപ്പോഴും ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവനോട് അന്നുണ്ടായിരുന്ന ഫീലിങ്സ് ഒരു തരി പോലും കുറയാതെ ഇപ്പോഴും എന്റെ മനസ്സിൽ തന്നെയുണ്ട്. പിന്നെ ഫൈസൽ, അവൻ എന്റെ ഫ്രണ്ടാണ്. ആസ് എ ഫ്രണ്ട് അവനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അവന് ഞാൻ ഒത്തിരി സ്പേസ് കൊടുക്കുന്നുണ്ട്. ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും വലുത് അവൻ തന്നെയാണ്. ഇനി നിനക്ക് എന്താ അറിയേണ്ടത്? ഇത്രേ ഉള്ളോ? ഉണ്ട്. അവനും നീ ആ പറഞ്ഞതുപോലെ തന്നെയാണോ നിന്നെയും കാണുന്നത്? സിയാനെ എന്തിനാ ആരോനും ഇങ്ങനെ പിന്നെയും ഹേർട്ട് ചെയ്യുന്നത്? നീ തന്നെയല്ലേ എല്ലാം അവസാനിപ്പിച്ചിട്ട് പോയത്. എന്നിട്ട് നീ ഇപ്പൊ അവന് വേണ്ടി തന്നെയാണോ ഇങ്ങോട്ട് വന്നത്? അവനെ നിനക്ക് കിട്ടുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? അവൻ അനുഭവിച്ചതിനൊരു കയ്യും കണക്കും ഉണ്ടോ? നിനക്കതൊക്കെ പറഞ്ഞ് മനസ്സിലാവോ? യാദവേ, നീ ഇത് എന്തൊക്കെയാ അവനോട് ഈ പറയുന്നേ? നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ, നമ്മുടെ ഇടയിൽ വേണോ ഇങ്ങനൊരു വർത്താനം? ഞാൻ ഈ സംസാരിക്കുന്നത് ആരൂന് വേണ്ടിയാ. പ്രവീണ്, നിനക്കറിയോ ഇവന്റെ സൈഡ് എന്താന്ന്? ഇവൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ ആരൂന്റെ സൈഡ് എനിക്കറിയാം. അവൻ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടെന്നും. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇതൊക്കെ ചോദിക്കുന്നത്. നീ അവനോടോ പറഞ്ഞില്ല, ഞങ്ങളോടെങ്കിലും പറ. എന്താ ഇതിന്റെയൊക്കെ റീസൺ? ശരിയാ, എന്റെ സൈഡ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അവൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ എന്നെ കൊണ്ടും പറ്റില്ല. പക്ഷെ ഫൈസി അവനോട് എന്ത് പറഞ്ഞു എന്നാ? ഹേയ് കുക്കി, ഇതെവിടെയൊക്കെ നോക്കിയെന്നറിയോ? ഇതെന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറുന്ന പരിപാടിയൊന്നും ഇല്ലേ? ഫൈസി, നീ എന്താ ഇവിടെ? ക്ലാസ് കഴിയാനായില്ലല്ലോ, ഉച്ച പോലും ആയിട്ടില്ല. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഭയങ്കര ബോറ്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് വരാന്ന്. ഇവിടെ ആവുമ്പോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അതെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇവിടുത്തെ ക്യാൻറ്റീനിൽ എന്തോ കിട്ടും ഈ ടൈമിൽ ക്യാൻറ്റീനിൽ കഴിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. സിയാൻ, നിങ്ങൾ അങ്ങോട്ട് ചെല്ല്, ഞങ്ങള് ദയിപ്പ വരാം. യാദവേ, എന്താ പറ്റി? എന്താ ഉണ്ടായേ? നീ എന്തിനാ ഇത്ര റൂഡായിട്ട് അവനോട് സംസാരിച്ചേ? ഇവൻ ആരൂന് വേണ്ടിയാ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. എടാ, ഇവനാടെ എല്ലാം അവസാനിപ്പിച്ചിട്ട് പോയത്. എനിക്കിവനെ അറിയത്തില്ല. നിന്റെ ഫ്രണ്ടല്ലേ? നിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞ നീ എനിക്കിവനെ പരിചയപ്പെടുത്തിയ അന്ന് മുതലാണ് എനിക്കിവനെ അറിയാവുന്നത്. അതിനുള്ളിൽ അവൻ എന്തെങ്കിലും നമ്മളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പതേ അവന്റെ ഒരു സോൾമേറ്റ് കൂടെ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ആരും തന്നെയാ വലുത്. നീ ഇങ്ങനെ വയലന്റ് ആവാതെ. സിയാൻ അത്ര പ്രശ്നക്കാരനൊന്നും അല്ല. എടാ, എനിക്ക് അവനെ കുറെ ആയിട്ട് അറിയാവുന്നതാ. നീ എന്ത് പറഞ്ഞാലും എനിക്കറിയണം. ഞാൻ ആരുവിന്റെ സൈഡിൽ എനിക്ക് ആരും തന്നെയാ വലുത്. എന്റെ ലൈഫിലോട്ട് എന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞ ആദ്യം വന്നത് അവനാ. ഇവര് തമ്മിൽ പിന്നെയും റീസെറ്റ് ആവണം എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ എന്താ റീസൺ എന്ന് എനിക്കറിയണം. നീ വന്നേ പറയണേ, എനിക്കിപ്പോ അവനോട് സംസാരിക്കണം. അവന്റെ ഒരു സോൾമേറ്റ്. ഷെടാ, ഇതിപ്പോ എന്താ? വന്നത് നിന്നത് ഒക്കെ കണക്കാ. യാദവേ, ഞാനും കൂടെ വരാം. ഇനിയിപ്പോ ഇവൻ അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണോ പറയാൻ പോകുന്നത്? ഇനിയിപ്പോ ക്യാൻറ്റീൻ പൊളിക്കണമായിരിക്കും രണ്ടെണ്ണത്തിനും കൂടെ. ഹോ, ഇപ്പൊ കുറച്ച് സമാധാനമുണ്ട്. എന്തു പറ്റി നോക്കി? നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ല. ഫൈസി, നീ ഇന്നലെ ആരൂനെ കണ്ടിരുന്നോ? അത് ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയി. വേണോന്ന് വെച്ച് ഞാൻ പോയി കണ്ടൊന്നും അല്ല കേട്ടോ. വളരെ യാദൃശികമായിട്ടാ ഞാൻ അവനെ കണ്ടേ. എന്നിട്ട് അത് നീ എന്നോട് പറയാൻ മറന്നുപോയോ? ഓക്കെ, എന്താ എന്നിട്ട് നീ അവനോട് പറഞ്ഞേ? വേറെ ഒന്നുമല്ല, ഒരു സത്യം മാത്രം. എന്ത് സത്യം? നീ ആ വിചാരിച്ചൊന്നുമല്ല. അവന്റെ ഈ അവസ്ഥയ്ക്ക് ഞാനും കൂടെ കാരണം. നിങ്ങളിങ്ങനെ ആവാനും അതെനിക്കപ്പോ പറയണമെന്ന് തോന്നി, പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നിന്ന് കാറെടുത്ത് പോയി. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവൻ എന്റെ അല്ല. അവനെ എനിക്ക് കിട്ടില്ല. ഞാൻ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതായിരിക്കും നിന്റെ മൈൻഡില്, അല്ലേ? അതിന് നിനക്കൊരു സങ്കടവും ഇല്ല. അതിന്റെ പേരിൽ നീ വിഷമിക്കുന്നില്ല. അവന്റെ നല്ലത് മാത്രമാണ് നീ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതോ? ഇതെല്ലാം അറിയാവുന്ന ഒരാൾ നിന്റെ കൂടെ തന്നെ ഉണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത് ഊക്കി. നിന്നെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്റെ ഫീലിങ്സ്, അത് രണ്ടാമത്തെ കാര്യമാണ്. ആരവ്, അവനായിരുന്നില്ലേ നിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. എന്നിട്ടും നീ അറിഞ്ഞുകൊണ്ട് അവനിൽ നിന്ന് അകന്നു. അവന് നിന്നെ വെറുക്കാനുള്ള സമയം നീയായി തന്നെ അവൻ അനുവദിച്ചു കൊടുത്തു.
ആദ്യം തന്നെ എല്ലാം പറഞ്ഞിരുന്നെങ്കിൽ അവനൊന്നിനും സമ്മതിച്ചില്ലെങ്കിലോ, അല്ലെങ്കിൽ അവൻ നിന്നെ കാത്തിരുന്നാലോ, അല്ലേ? എക്സ്ക്യൂസ് മീ, സിയാൻ. യാ സീനിയർ. എന്താ എന്റെ അടുത്തേക്കൊക്കെ? കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. ആ, ഇതാര്? ഫൈസൽ. എന്താ ഈ ടൈമിന് കോളേജ് ക്യാൻറ്റീനില്? ആ, സിയാനെ കാണാൻ വന്നായിരിക്കും അല്ലേ? ആ അതെ. അല്ല, എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എനിക്കറിയാം. തൽക്കാലം ഇപ്പോ അത് മതി. സിയാൻ, എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം. ഓ ആയിക്കോട്ടെ, നിങ്ങൾ ചെല്ല്. പോയി സംസാരിച്ചിട്ടൊക്കെ മെല്ലെ വന്നാ മതി. ഫൈസലിന് ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ കമ്പനിക്ക്? ആഹാ, കറക്റ്റ് ടൈമിലാണല്ലോ. എന്നാലേ നിങ്ങൾ കമ്പനി കൊടുക്കും മക്കളെ. സിയാൻ, താൻ എന്റെ കൂടെ വാ. അതിപ്പോ ഇത്ര ചോദിക്കാൻ എന്തിരിക്കുന്നത്? ഞങ്ങളില്ലേ? ഹേയ് ഫൈസൽ. യാ മാൻ, പറയ്, എന്താണ്? എന്താ ഇപ്പോ പറയാനാണോ ഇല്ലാത്തെ? ഡോക്ടറൊക്കെ ആണെന്നല്ലേ പറഞ്ഞേ? ഇഞ്ചക്ഷൻ വെക്കാനൊക്കെ അറിയോ? BP ചെക്ക് ചെയ്യാൻ, ബ്ലഡ് ടെസ്റ്റ്? അറിയാം, പക്ഷേ സിറിഞ്ച് എടുത്ത് കൈ പിടിക്കുമ്പോ കൈ വിറയ്ക്കും. പിന്നെ BP, അത് വലിയ കുഴപ്പമൊന്നുമില്ല, അറിയാം. ബെസ്റ്റ്. ഇവൻ അവിടെ നിന്ന് എന്തൊക്കെ പറഞ്ഞോണ്ടാ ഇങ്ങോട്ട് വന്നേ? ഇവിടെയൊക്കെ ഇഞ്ചക്ഷൻ വെക്കാൻ അറിയോ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ അറിയോ? ഇതിനായിരുന്നു ഇവൻ ഇത്രയും ഡയലോഗ് അവിടെ നടിച്ചത്. ആരു, എനിക്കറിയായിരുന്നു നീ എവിടെയെങ്കിലും ഒറ്റക്കിരിപ്പുണ്ടാവുമെന്ന്. എന്താടാ, എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, ഞാനിവിടെ വെറുതെ വന്നിരുന്നതാ. പിന്നെ ദിയ, അവക്ക് വയ്യ, അത് അവള് വരാതിരുന്നേ. ഞാൻ കാർത്തിയെ കാണാണെങ്കിൽ ഒന്ന് പറയണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ആണോ? ആരു, നിന്നോട് ദർശൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അപ്പോ നിനക്കും അറിയാലേ, ദർശൻ എന്നോട്. അവന് മാത്രമേ ഉള്ളൂ? എന്താ, നിനക്ക് അവനോടൊന്നും ഇല്ലേ? ആരു, വേറെ ആരുടെയും കാര്യം നോക്കണ്ട, നിന്റെ കാര്യം മാത്രം പറയും. നിനക്ക് അവൻ ഇഷ്ടമല്ല? അതെനിക്ക് എങ്ങനെയാ പറയണ്ടേന്ന് അറിയില്ല കാർത്തി. ചിലപ്പോ ഞാനിത് പറഞ്ഞ. എന്താടാ, നീ ഇപ്പോ സിയാനെ പറ്റിയാണ് ഓർക്കുന്നേ? അവനായിട്ടല്ലേ എല്ലാം അവസാനിപ്പിച്ചിട്ട് പോയത്? പിന്നെ എന്തിനാ നീ അത് ഓർത്ത് ഇങ്ങനെ വിഷമിക്കുന്നേ? അവൻ ഇവിടെ ഉള്ളതുകൊണ്ടാണോ? എനിക്കറിയാം, നിനക്കിപ്പോ അവനോട് ആ പഴയ ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ ഈ ഒരു സമയം കൊണ്ട് അവസാനിച്ചു കാണും. എന്താ, അങ്ങനെയൊന്നും അല്ലേ? എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. ഞാനായിട്ട് എല്ലാരെയും ഹേർട്ട് ചെയ്യാ. കാർത്തി, ദർശൻ അവനെ ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ടോ? എനിക്കറിയില്ല. എടാ, നിനക്ക് അവനെ അറിയില്ല. നീ അവനെ കാണാൻ തുടങ്ങിയത് ഈ കോളേജിൽ വന്നതിൽ പിന്നെയാ. പക്ഷേ ഒരു 3-4 വർഷമായിട്ട് ഞാൻ അവന്റെ കൂടെ തന്നെ ഉണ്ട്. അവനിവിടെ പ്രേമിക്കാൻ വേറെ ആരെയും കിട്ടാത്തോണ്ടൊന്നുമല്ല, അവന് തന്നെ അത്ര ഇഷ്ടമായതുകൊണ്ടാ. അവൻ ഇത്രയും ക്ലോസ് ആയിട്ട് ആരോടും ബിഹേവ് ചെയ്യുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ തന്നെ നിനക്ക് വേണ്ടി അവനും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. മനസ്സിലാവോ നിനക്ക് അതൊക്കെ? ഞാൻ പോലും അറിയാതെ ദർശൻ എന്നെ കുറെ കെയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ എന്താ അവനോട് ചെയ്യുന്നത്? കാർത്തി, എന്താടാ? ഫാമിലി, സൊസൈറ്റി, കോളേജ്, മാനേജ്മെന്റ്, അതൊക്കെയാണോ പറയാൻ വരുന്നേ? എനിക്ക് ദർശനെ വിഷമിപ്പിക്കണ്ട കാർത്തി. അപ്പോ ഇപ്പോഴെങ്കിലും നീ അതൊന്ന് സമ്മതിച്ചല്ലോ. ഇത് പോയി അവനോട് നേരിട്ട് പറയാനുള്ള ധൈര്യം അത് നിനക്കുണ്ടോ? അല്ല, സിയാൻ നിന്റെ എക്സാം എനിക്കറിയാം. അവനിപ്പോ നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. ദർശൻ അവിടെ, ഞാൻ സംസാരിക്കാം. ഞാനിപ്പോ വേറെ ഒന്നിനെ പറ്റിയും കെയർ ചെയ്യുന്നില്ല. എന്നാലേ അവൻ നിന്റെ എക്സ് ബോയ് ഫ്രണ്ട് സിയാന്റെ അടുത്തുണ്ടാവും. ചെല്ല്, അവരെവിടാന്ന് എന്നോട് ചോദിക്കരുത്, അതെനിക്കറിയില്ല. ദർശന് സിയാനോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു, അതിനുവേണ്ടി പോയതാ. അവര് തമ്മിൽ എന്ത് സംസാരിക്കാനാ? ഇന്ന് രാവിലത്തെ പോലെ ഇനിയൊരു വഴക്ക്? ദർശൻ ഒരു വഴക്കുണ്ടാക്കാൻ വേണ്ടിയല്ല അവനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു പോയത്. അതോർത്ത് നീ പേടിക്കണ്ട, അവൻ സംസാരിച്ചിട്ട് വരട്ടെ. എന്നിട്ട് നീ അവനോട് നിന്റെ മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയും, കേട്ടോ? പറയൂ, എന്താണ് സീനിയർക്ക് എന്നിൽ നിന്ന് അറിയേണ്ടത്? സിയാൻ, ഞാനിപ്പോ നിന്നോട് സംസാരിക്കണോന്ന് പറഞ്ഞത് ഒരു വഴക്കുണ്ടാക്കാനല്ല. നമ്മുടെ രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് ആരും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല. സോ റീസൺ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. അത് നീ പറയണം. അപ്പോ മിസ്റ്റർ ദർശിത്തിനറിയോ ഞാൻ അവന്റെ ആരാന്ന്? ഐ മീൻ ആരായിരുന്നു എന്ന്? അറിയാം, അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവനൊന്നും തന്നെ പറ്റി എന്നോട് പറയാതെ ഇപ്പൊ ഞാൻ ഇതൊന്നും സംസാരിക്കില്ലല്ലോ. ആ പറഞ്ഞത് ശരിയാ. തനിക്ക് അവൻ ഇഷ്ടമാണല്ലേ? എന്നാ പിന്നെ സ്നേഹിക്കടോ. അവനും എന്തായാലും തന്നെ തിരിച്ച് സ്നേഹിക്കാതെ ഒന്നും ഇരിക്കില്ല. താൻ അത്ര അടിപൊളിയല്ലേ? അവന്റെ കാര്യത്തില് താൻ ഭയങ്കര കെയറിങ് ആണല്ലോ.
അപ്പൊ പിന്നെ ആർക്കായാലും തന്റെ ബിഹേവിയർ ഒക്കെ ഇഷ്ടപ്പെടും. ഒരു ഡ്രീം ബോയ് ഫ്രണ്ട് അല്ലേ താൻ? സിയാൻ പ്ലീസ്, എനിക്ക് നിന്റെ അടുത്ത് ഒരു ദേഷ്യമില്ല, ഒന്നും പറഞ്ഞ് തർക്കിക്കണമെന്നുമില്ല. ഞാൻ എന്താണോ ചോദിച്ചത് അത് താനൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനങ്ങ് പോയേനെ. അയ്യോ അങ്ങനെ പറയല്ലേ. സീനിയറിന് അവൻ എന്തുമാത്രം ഇഷ്ടാ, ഒന്ന് പറഞ്ഞ് കേക്കട്ടെ. അതൊന്നും അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ല സിയാൻ. അതും തന്നെ പോലെ പാതിയിൽ വെച്ച് ഉപേക്ഷിച്ച് പോയവരോട് പറഞ്ഞാ ഒരിക്കലും മനസ്സിലാവില്ല. അതുകൊണ്ട് എനിക്കത് പറയാൻ താല്പര്യമില്ല. ഓ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. അവനിവിടെ അവകാശികളൊക്കെ ആയി തുടങ്ങി. മറക്കാൻ പറ്റില്ലേ? അത്ര അസ്ഥിക്ക് പിടിച്ചോ? അങ്ങനെയൊക്കെ തന്നെ പറയാം. പിന്നെ ഞാൻ സ്നേഹിക്കുന്നത് ലൈഫ് ലോങ് എന്റെ കൂടെ ഉണ്ടാവണമെന്ന് കരുതിയിട്ട് തന്നെ, അല്ലാണ്ട് ഇവിടെ ചിലരെ പോലെ. അവന് വേണ്ടിയാ ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇപ്പോ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. അവനെ എനിക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാ. അല്ലെങ്കിലും ഞാൻ അവനെ ഒരുപാട് വേദനിപ്പിച്ചു. അതിൽ നിന്നൊക്കെ അവൻ മൂവ് ഓൺ ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ള റീസൺ നിങ്ങളൊക്കെ തന്നെ ആയിരിക്കും, അല്ലേ? അവൻ ഇവിടെ ആരും പിടിച്ച് കെട്ടിയിട്ടിട്ടൊന്നുമില്ല തനിക്ക് കിട്ടാൻ ചാൻസ് കുറവാന്ന് പറയാനായിട്ട്. ആരുവിന്റെ ഒപ്പീനിയൻസിനെയും ഇവിടെ എല്ലാവരും റെസ്പെക്ട് ചെയ്യും. ഞാൻ ചോദിച്ച അതൊന്നും അല്ല. അവനൊന്ന് വേദനിച്ചാ കൊള്ളുമല്ലേ തനിക്ക്? എനിക്കും അതുപോലെയൊക്കെ തന്നെയായിരുന്നു. ആരു അവൻ തന്നോട് എന്നെ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു. ശരിയാ. ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ ഒരു പ്രാവശ്യം അവന്റെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോയിട്ട് പിന്നെ ആ ലൈഫിലോട്ട് തന്നെ കയറി വന്ന് അവനെ ഹേർട്ട് ചെയ്യുന്ന ഒരാളുടെ മുഖം എനിക്ക്. അല്ലെങ്കിലും അത് സത്യമാണല്ലോ. അന്ന് കൊടുത്തതിനേക്കാൾ കൂടുതൽ പെയിൻ ഇപ്പൊ ഞാൻ കാരണം അവൻ അനുഭവിക്കുന്നുണ്ട്. എനിക്കറിയാം ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നോ അവൻ ഒറ്റയ്ക്കാക്കണമെന്നോ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അന്ന് ഞങ്ങൾ അവസാനമായി കണ്ട ദിവസം. എത്ര പെട്ടെന്നാ നോക്കിക്കേ സമയമൊക്കെ പോകുന്നേ. സിയാൻ, ഞാൻ പോവാണേ. വീട്ടിലെത്തിയിട്ട് മെസ്സേജ് ഇടാം. ആരും നിന്നെ എന്തോ മറന്നല്ലോ. ദേ അവിടെ നോക്ക്. അവിടെയോ? എന്ത്? ശേ, ഇതിനെ കൊണ്ട് ഞാൻ പോവാ. ടൈം ഒരുപാടായി. ബൈ. ഈ ചെക്കൻ. കുക്കി, ഞാൻ പറയുമ്പോഴല്ലാതെ ഒരിക്കലും ആരുവിന്റെ കാര്യങ്ങളൊന്നും അറിയരുത് എന്ന് ഞാൻ വിചാരിച്ച ആളായിരുന്നു അത്. എന്റെ പപ്പ. എന്റെ പാരന്റ്സ് എല്ലാം പുറത്താണ്, ലണ്ടനില്. എന്റെ ഫാമിലിനെ പറ്റി ഒന്നും തന്നെ ആരുവിന് അറിയില്ലായിരുന്നു. ഞാൻ അവനോട് ഒന്നും പറഞ്ഞിട്ടില്ല. അതൊന്നും പറയാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അൻവർ ഹുസൈൻ, അതാണ് എന്റെ പപ്പ. ക്രിമിനൽ എന്നോ മാഫിയ എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. എല്ലാവർക്കും പപ്പയോട് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു. അത് പേടി കൊണ്ടാണോ മരണഭയം കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. പപ്പ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു ചേട്ടനായിരുന്നു എനിക്കുണ്ടായിരുന്നത്, ഹനാൻ അഫ്താബ്. ഹീസ് ഓൾസോ എ ഗാങ്സ്റ്റർ. ഇങ്ങനെയൊക്കെ ആയാലും എന്നോട് അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സ്നേഹമായിരുന്നു. മമ്മി എന്റെ ചെറുപ്പത്തിലേ മരിച്ചുപോയതാ. പപ്പയൊന്നിനും സമ്മതിക്കില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ സമ്മതിപ്പിക്കാം എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് നടന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അമ്മ ബ്രേക്കപ്പ് ആയി. ഇത്രേ ഉള്ളൂ. ഇനി വേറെ വല്ലതും അറിയാനുണ്ടോ? താങ്കളൊന്നും മിണ്ടാത്ത സ്ഥിതിക്ക് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി എന്നെനിക്ക് വിശ്വസിക്കാലോ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. തെറ്റ് ഫുള്ള് എന്റെ സൈഡിലാ. ഞാനായിട്ട് അവനെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവന്റെ ആ സ്നേഹം എനിക്ക് അർഹതപ്പെട്ടതല്ല. അവനെ വേണമെന്ന് ഞാൻ വാശി പിടിക്കുന്നുമില്ല. ഇനി നമുക്ക് തമ്മിൽ പറയാനൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ബൈ. അവനെന്താ പോയേ? സിയാ, പ്രവീണേ? അതെ, അവനെ വിളിക്കണ്ട, അവൻ പൊക്കോട്ടെ. അവനെന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയേ? മുഴുവനായും പറഞ്ഞു കഴിഞ്ഞോ? എനിക്കറിയില്ല. മുഴുവനായി അവൻ എന്നോട് പറഞ്ഞു എന്നെനിക്ക് തോന്നുന്നില്ല. അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായേ? എനിക്കത് അറിയണം. അവനത് മുഴുവനായി നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അവനത് പറയില്ല. നിങ്ങൾക്ക് ആർക്കും അറിയില്ല സിയാൻ എന്താന്ന്. എനിക്ക് മാത്രമേ അറിയൂ സിയാൻ എന്താന്ന്. നഷ്ടപ്പെട്ടു പോയ സ്നേഹം ഒരിക്കലും തിരിച്ചു വരില്ല. പക്ഷേ അത് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ? അറിഞ്ഞുകൊണ്ട് അവന്റെ ആരുവിനെ അവൻ വേദനിപ്പിക്കില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന്റെ സാഹചര്യം കൊണ്ട് മാത്രമാണ്. അവന് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ബിക്കോസ് ഇതിനെല്ലാം കാരണം ഞാനാ. ഞാൻ ഒരാൾ കാരണം ഇതെല്ലാം അവന്റെ വീട്ടിലറിഞ്ഞത്. അവനൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും അവൻ ആരുവിന് വേണ്ടി ഇവിടം വരെ വരില്ലായിരുന്നു. എക്സ്ക്യൂസ് മീ, ആരുമല്ല, എഡിറ്ററാണ് കേട്ടാ. ഞാൻ കുറെ കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട്. സിയാനെ വിഷമിപ്പിക്കരുത്, ദർശനെ വിഷമിപ്പിക്കരുത്, ആരുവിനെ വിഷമിപ്പിക്കരുത്. അതെന്തിനാ പറഞ്ഞ്
എന്തായാലും ആരെയും വിഷമിപ്പിക്കരുത്, ഒരു ഹാപ്പി എൻഡിങ് ആക്കണമെന്ന്. യെസ്, എഡിറ്റർ എല്ലാം ഏറ്റിരിക്കുന്നു. നമ്മുടെ ഈ സ്റ്റോറി ഹാപ്പി എൻഡിങ് തന്നെയായിരിക്കും. ആർക്കും ഈ പറഞ്ഞതിൽ സംശയമൊന്നും ഇല്ലല്ലോ അല്ലെ? ഹായ് ഗായ്സ്, സിയാനാണെന്ന് തെറ്റിദ്ധരിക്കല്ലേ. പിന്നെയും എഡിറ്റർ തന്നെ. ഒരു കാര്യം പറയാനായിട്ട് വന്നതാ. നമ്മുടെ ഈ സ്റ്റോറി കാണുന്ന പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. അപ്പോ നമ്മുടെ സ്റ്റോറി ബോറിംഗ് ആവുന്നുണ്ട് അല്ലെങ്കിൽ വലിച്ചു നീട്ടുകയാണ് എന്ന് പറയുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ഇത് റിയൽ ലൈഫിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ മേ ബി ഇത് വേണമെങ്കിൽ എൻഡ് ആവാം എന്നും പറഞ്ഞ് നെക്സ്റ്റ് എപ്പിസോഡ് ഇതിന്റെ എൻഡ് ആണ് എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. മേ ബി പെട്ടെന്ന് തന്നെ ഇതിന്റെ ക്ലൈമാക്സ് വന്നേക്കാം. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാ, ഇവിടെ കൂടുതലായിട്ടും തേക്കസ് ആയത് കൊണ്ട് അവര് പറയുന്നത് പോലെ നമ്മുടെ ആരുനെയും സിയാനെയും സെറ്റാക്കാനോ അല്ലെങ്കിൽ മാക്സിമം എല്ലാ സ്റ്റോറീസിലും, എല്ലാ വിമൻ കുക്ക് സ്റ്റോറീസിലും ജിമിനെ സൈഡാക്കിയിട്ട് നമ്മുടെ തായ് കുക്കിനെ സെറ്റാക്കുന്ന ഒരു പരിപാടി, അങ്ങനെ ഒരു സംഭവമൊന്നും ഇതിലുണ്ടാവില്ല. അല്ലെങ്കിൽ മാക്സിമം എല്ലാ സ്റ്റോറീസിലും, എല്ലാ വിമൻ കുക്ക് സ്റ്റോറീസിലും ജിമിനെ സൈഡാക്കിയിട്ട് നമ്മുടെ തായ് കുക്കിനെ സെറ്റാക്കുന്ന ഒരു പരിപാടി, അങ്ങനെ ഒരു സംഭവമൊന്നും ഇതിലുണ്ടാവില്ല. അതുമല്ല, എല്ലാ സ്റ്റോറീസിലും തായ് കുക്കിനെ സെറ്റ് ആക്കി എന്ന് പറഞ്ഞിട്ട് ഇതിലൊരു വെറൈറ്റിക്ക് വിമിനെ സെറ്റ് ആക്കാം എന്നുള്ളൊരു സംഭവം ഇതിൽ പ്രതീക്ഷിക്കരുത്. നമുക്ക് നോക്കാം. സ്റ്റോറി എന്തായാലും ഫ്രണ്ടോട്ട് പോയിക്കൊണ്ടിരിക്കുവാണല്ലോ. ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. സപ്പോർട്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാത്തതുമായിട്ടുള്ള എല്ലാവരോടും സ്നേഹം മാത്രം. ഓക്കെ, അപ്പൊ കമന്റ്സിലോട്ട് പോവാം. ഈ കമന്റ് വീഡിയോയിൽ ആഡ് ആക്കുന്നുണ്ടെങ്കിൽ അത് ദർശൻ ചേട്ടനായിരിക്കണം വായിക്കുന്നതേ, പ്ലീസ്. എനിക്ക് ദർശൻ ചേട്ടന്റെ വോയിസ് വളരെ ഇഷ്ടമാണ്. അതുമല്ലാതെ എന്റെ ബൈസ് ബേബി മോച്ചി എന്ന ജിമിനാണ്. ഞാനൊരു കട്ട ജി കുക്കറാണ്. പക്ഷെ ഈ സ്റ്റോറിക്ക് വേണ്ടി ഞാൻ ഒരു വിമൻ ആർമി ആകുവാണ്. പ്ലീസ് വിമിനെ സെറ്റാക്കണം. ദർശൻ ചേട്ടന്റെ ബേബി എന്നുള്ള വിളി കേൾക്കുമ്പോൾ ഞാൻ വല്ലാതെ ബ്ലഷ് അടിക്കുന്നു. അതെന്റെ ബൈസ് ജിമിൻഷി ആയതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. ഈ കമന്റ് വീഡിയോയിൽ ആഡ് ആക്കുന്നുണ്ടെങ്കിൽ അത് ദർശൻ ചേട്ടനായിരിക്കണം വായിക്കുന്നതേ, പ്ലീസ്. എനിക്ക് ദർശൻ ചേട്ടന്റെ വോയിസ് വളരെ ഇഷ്ടമാണ്. അതുമല്ലാതെ എന്റെ ബൈസ് ബേബി മോച്ചി എന്ന ജിമിനാണ്. ഞാനൊരു കട്ട ജി കുക്കറാണ്. പക്ഷെ ഈ സ്റ്റോറിക്ക് വേണ്ടി ഞാൻ ഒരു വിമൻ ആർമി ആകുവാണ്. പ്ലീസ് വിമിനെ സെറ്റാക്കണം. ദർശൻ ചേട്ടന്റെ ബേബി എന്നുള്ള വിളി കേൾക്കുമ്പോൾ ഞാൻ വല്ലാതെ ബ്ലഷ് അടിക്കുന്നു. അതെന്റെ ബൈസ് ജിമിൻഷി ആയതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. അയ്യോ, ഞാൻ വന്ന കാര്യം പറയട്ടെ. ആരോ ഡ്രങ്ക് ആയിരുന്ന സമയത്ത് നല്ല കോമഡി ആയിരുന്നു. ഇതിങ്ങനെ പോയ പോയിന്റ്സ് മാത്രം പറയാം. ട്രിയോ ഒക്കെ കൊള്ളാം കേട്ടോ, ആളുടെ ഒപ്പീനിയൻ. അങ്ങനെ ആക്കുകയാണെങ്കിലും ഇല്ലെങ്കിലും ജിമിൻഷിയെ ബോട്ടം ആക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആ ഡേർട്ടി മൈൻഡഡ് ആയിട്ടുള്ള മിണ്ടലും എന്നാൽ ഇന്നസെന്റ് ആയിട്ടുള്ള മുഖവും, ഡേർട്ടി മൈൻഡഡ് സംസാരവും ഇന്നസെന്റ് ഫേസും അതായിരിക്കും ഉദ്ദേശിച്ചത്. ആ തിളങ്ങുന്ന കണ്ണും ആ ചിരിയും ആ ഒടുക്കത്തെ ക്യൂട്ട്നെസ്സും ഫ്ലേർട്ടിംഗ് സ്കിൽസും പിന്നെ ദർശൻ ചേട്ടന്റെ മോസ്റ്റ് അട്രാക്റ്റീവ് ബോഡി പാർട്ട് ആയിട്ടുള്ള ആ ലിപ്സ്. ഇതെന്നെ തന്നെയാണോ ഈ പറയുന്നേ? പക്ഷെ എനിക്ക് വയ്യ. എന്റെ പൊന്നെ, ഒന്നും പറയണ്ട. ലെങ്ത് കൂടിപ്പോയോ എന്നൊരു സംശയം ഒട്ടുമില്ല. എനിക്ക് വേണ്ടി ഒരു ഹായിയും പിന്നെ ഒരു ലവ് യുവും കൂടി തരാൻ ദർശൻ ചേട്ടന്റെ അടുത്ത് പറയണം എന്റെ എഡിറ്ററെ, പ്ലീസ്. പിന്നെ എഡിറ്റർ ആൾ പൊളിയാട്ടോ. ഐ ലവ് യു എവ്രി വൺ. ബൈ നീനു. റിയൽ നെയിം ഹൻഫ. ഓക്കെ. ഹായ് ബേബി, ഐ ലവ് യു. ചേച്ചി, എപ്പിസോഡ് സൂപ്പർ. ഒരുപാട് ഇഷ്ടായി. ആര് വെള്ളം അടിച്ചുള്ള സീൻ സോ ക്യൂട്ട്. പിന്നെ കാർത്തികേട്ടാ പൊളിച്ചു. ദിയെ പ്രപ്പോസ് ചെയ്തു. ഇനി യാദവിനെയും പ്രവീണിനെയും കൂടി സെറ്റാക്ക് ചേച്ചി. സെറ്റാക്കാം. അപ്പൊ എനിക്ക് പാതി സമാധാനാവും. ദർശൻ ചേട്ടൻ ലാസ്റ്റ് പൊളിച്ചു. പിന്നെ ചേച്ചി എന്തോ അറിയില്ല, ഇപ്പൊ ആരും ദർശൻ സെറ്റ് ആവണം എന്ന് തോന്നുന്നു. പക്ഷെ സിയാനെ വേദനിപ്പിക്കാനും തോന്നില്ല. പ്ലീസ് ചേച്ചി, ആരെയും വിഷമിപ്പിക്കല്ലേ, റിക്വസ്റ്റ് ആണ്. പിന്നെ സിയാന്റെ പാസ്റ്റ് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ എന്തോ സിയാന്റെയും ആരുവിന്റെയും പാസ്റ്റ് ഇടുവാണെങ്കിൽ എന്റെ ദർശനെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരിത്. എന്തായാലും എപ്പിസോഡ് പൊളിച്ചു. ദർശൻ ചേട്ടൻ ലാസ്റ്റ് പൊളിച്ചു. പിന്നെ ചേച്ചി എന്റെ കമന്റ് വായിക്കുകയാണെങ്കിൽ ദർശനെ കൊണ്ട് വായിപ്പിക്കണേ. പിന്നെ ദർശനോട് ഒരു ലവ് യു കൂടി തരാൻ പറയണേ. എന്തായാലും എപ്പിസോഡ് സൂപ്പർ. വെയിറ്റിംഗ് ഫോർ ദി നെക്സ്റ്റ് എപ്പിസോഡ്. ഓക്കെ, ലവ് യു ബേബി. എന്റെ പൊന്നാര് ചെറുക്ക, നിനക്ക് എന്റെ ദർശനം ഇഷ്ടാണെന്ന് മനസ്സിലായി. അപ്പൊ അതൊന്ന് തുറന്നു പറഞ്ഞൂടെ? അത് തന്നെ അങ്ങോട്ട് ചോദിക്കൂട്ടി. അവൻ തുറന്നു പറയണ്ടേ? നിന്നെ ഉള്ളിൽ വെച്ച് ഈ ദർശൻ നടക്കണ കാരണമാണ് എന്നെ അവൻ അക്സെപ്റ്റ് ചെയ്യാത്തെ. ഓഹോ, അതിനുവേണ്ടി ഇയാൾ എന്നോട് എപ്പോഴേലും വല്ലതും തുറന്ന് പറഞ്ഞിട്ടുണ്ടോ?
എനിക്കോ കിട്ടിയില്ല. നീയെങ്കിലും പോയിട്ടൊന്ന് സെറ്റ് ആവ് ചെറുക്ക. ചുമ്മാ ടൈം വേസ്റ്റ് ആക്കാതെ. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇപ്പൊ ഞാനൊരു കാര്യം മനസ്സിൽ ഉറപ്പിച്ച്. എനിക്ക് അവനെ വേണ്ട, അവനെ ഞാൻ ഉപേക്ഷിച്ച്. എനിക്ക് കുട്ടീനെ മതി. കുട്ടിയായിരിക്കും എനിക്ക് കുറച്ചുകൂടെ മാച്ച്. എന്റെ പൊന്നു ചേച്ചി, ആരേലും ഒന്ന് സെറ്റാക്കോ. ആരും ഇപ്പോഴും സിയാനെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ആകെപ്പാടെ കൺഫ്യൂഷനിലാണ് ഞാനിപ്പോ. വിമിൻ മൊമെന്റ് പൊളിയാണ്. പിന്നെ എന്റെ ദർശനെ ഹേർട്ട് ചെയ്യിക്കല്ലേ ചേച്ചി. അത് കാണുമ്പോൾ എന്റെ ഹാർട്ട് പൊട്ടിപ്പോകുന്നത് പോലെ തോന്നുന്നു. ദർശൻ സിയാൻ ഫൈറ്റ് അയവാ പൊളി. രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് ആരുവിന്റെ കാര്യത്തിൽ. എത്രയൊക്കെ പറഞ്ഞാലും ദർശൻ ആരുവിനെ സിൻസിയർ ആയിട്ടാണ് സ്നേഹിക്കുന്നത്. സിയാനെ പോലെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോവില്ല. ആരും ഇപ്പോഴും ഒരു തീരുമാനത്തിൽ വന്നില്ലേ സിയാനും ദർശനും ഒരു ഫൈറ്റ് തന്നെ ഉണ്ടാവും. എന്തായാലും എപ്പിസോഡ് പൊളിച്ചു. എന്റെ അഭിപ്രായത്തിൽ വിമനാണ് മാച്ച്. പിന്നെ ബാക്കിയൊക്കെ എഡിറ്ററുടെ കയ്യിലാണ്. നെക്സ്റ്റ് എപ്പിസോഡിലെങ്കിലും ആരും ഒരു തീരുമാനം എടുക്കുവോ ആവോ. എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡ് വെയിറ്റിംഗ്. ആരും തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ് എന്റെ ഒരു ഇത്. ഇനിയിപ്പോ അടുത്ത എപ്പിസോഡിൽ നോക്കാം. എപ്പിസോഡ് സൂപ്പർ ആയിരുന്നു. താങ്ക് യു. കാർത്തിക് ചേട്ടൻ ദിയെ പ്രപ്പോസ് ചെയ്തതും പൊളിച്ചു. അവരൊന്നിച്ചോട്ടെ പാവങ്ങൾ. ഇതിന്റെ ഇടയിൽ കിടന്ന് വിഷമിക്കണ്ട. പിന്നെ ആരും പാവം സ്വഭാവമില്ലാതെ മനസ്സിലുള്ളത് മുഴുവൻ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് ദർശൻ കേട്ടപ്പോ ഹാപ്പിയായി. പിന്നെ ആരും കടലിന്റെയും ചെകുത്താന്റെയും ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടുക. എനിക്ക് വിമിൻ സെറ്റാകണം എന്നാണ് ബട്ട് ചെയ്യാൻ. അതുകൊണ്ട് ജി കുക്ക് സെറ്റ്. ആരു, തനിക്ക് ഞാനുണ്ട്. ഈ കമന്റ് ആരുവിനെ കൊണ്ട് വായിപ്പിക്കണേ. ആൻഡ് ആരു പ്ലീസ് സേ ഐ ലവ് യു. പിന്നെ എഡിറ്ററിന്റെ വോയിസ് ഒരു രക്ഷയില്ല, ഒത്തിരി ഇഷ്ടമായി. എങ്ങനെയായാലും ഹാപ്പി എൻഡിങ് ആയാൽ മതി. ഓക്കെ, ഐ ലവ് യു ബേബി. കഴിഞ്ഞ എപ്പിസോഡിൽ വിചാരിച്ചു ആരു ഇരട്ടയാണെന്ന്. ഇന്നത്തെ എപ്പിസോഡിൽ ആരു തന്നെ പറയുന്നു ഞാൻ ഒരാളല്ലേ ഉള്ളൂ. എന്റെ സമാധാനം പോയി. എഡിറ്ററെ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ല. എന്റെ ആരു ഈ ചക്രവ്യൂഹത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? പിന്നെ ആരു, നിന്നെ ചതിച്ചവരെ ഒരിക്കലും നീ വിശ്വസിക്കരുത്. നീ ദർശന്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. എനിക്കൊന്നും പറയാനില്ല. നീ അവരെ വിട്ട് എന്റെ കൂടെ വാ. ആരു, ഐ ലവ് യു. ഇത് നീ തന്നെ വായിക്കണേ. ഷോ, എന്തൊക്കെയാ നടക്കുന്നത്? എന്നെ സ്നേഹിക്കുന്ന ഇത്രയും പിള്ളേരോ? എനിക്ക് വയ്യ.